ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ഇവിടുന്ന് ചില ചെറുപ്പക്കാർ വിളിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഒരു ഉച്ച കഴിയുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ മുറിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്താണെന്ന് വന്നപ്പോൾ പറഞ്ഞപ്പോഴും മനസ്സിലായില്ല. ഇപ്പോൾ വന്നപ്പോൾ ഈ മുളകളുടെ മൂട് വെച്ചിട്ട് മുറിച്ചു മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തെ മാന്തുരുത്തി ചിറ നവീകരണവുമായി ബന്ധപ്പെട്ട് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൻ്റെ പാലോട് ഡിവിഷനിലെ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീമതി സോഫി തോമസിൻ്റെ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അടങ്കൽ തുക 15 ലക്ഷം രൂപയ്ക്ക് നവീകരണവുമായി ബന്ധപ്പെട്ട് ചിറബണ്ടിൽ ഹെർബ്സിൻ്റെ വിഭാഗത്തിൽപ്പെട്ട മുളയിനങ്ങളും മരങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുകയുണ്ടായി. അതെല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം അത് ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നവീകരിച്ച് ഇവിടെ കൃത്യതയോടെ ചെയ്തിരുന്ന ആ ഒരു പ്രവർത്തനത്തെ സാമൂഹിക ദ്രോഹികളായിട്ടുള്ളവരായിരിക്കാം, പ്രകൃതി സ്നേഹികളല്ലാത്തവരായിരിക്കാം, ഗവൺമെൻറ് സ്ഥലത്ത് കടന്നു കയറുകയും വെട്ടി നശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തെ മാന്തുരുത്തി ചിറ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അടങ്കൽ തുക 7,50,000 രൂപ മുടക്കി നിർമ്മിച്ച സർക്കാരിൻ്റെ അധീനത്തിലുള്ള ഈ സ്ഥലത്ത് ഈ വളരെ മനോഹരമായ മുള ഇനത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ വളരെ മനോഹരമായ ഫലവൃക്ഷങ്ങളോട് കൂടിയതുമായിട്ടുള്ള ഹെർബ്സ് ഷബ്സ് വിഭാഗത്തിൽപ്പെടുന്ന ഇനത്തിലുള്ള ഏറ്റവും നല്ല മുള ഇനങ്ങളെയും വൃക്ഷലതാദികളെയും അവർ ആരൊക്കെയോ കൂടി വെട്ടി നശിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് നാട്ടുകാരെല്ലാം അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചു. ഇന്നലെ രാത്രി എങ്ങാണ്ട് നടന്ന സംഭവങ്ങളാണ് ഇത്. മറ്റെല്ലാവരും മാന്തുരുത്തി ചിറ റിനോവേഷന് വേണ്ടിയിട്ടും കൂടി ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെട്ടി നശിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെല്ലാം പ്രക്ഷോഭത്തിലാണ്. ഒട്ടനവധി പേര് പഞ്ചായത്തിനെയും അതുപോലെയുള്ള അധികാരികളെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ ഇത് പരാതി മൂലം അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിൽക്കുന്നത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ കരുമങ്കോട് വാർഡിൽപ്പെട്ട ഒരു സ്ഥലത്താണ്. ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലത്ത് മരങ്ങളും വൃക്ഷങ്ങളും നല്ല വൃക്ഷലതാദികളെല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ കാണാൻ വന്നു. അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്, ഇത് എന്താണ് ഇവിടെ നടന്നതെന്ന് അങ്ങ് കണ്ടല്ലോ, എന്തൊക്കെയാണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ഇവിടുന്ന് ചില ചെറുപ്പക്കാർ വിളിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഒരു ഉച്ച കഴിയുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ മുറിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്താണെന്ന് വന്നപ്പോൾ പറഞ്ഞപ്പോഴും മനസ്സിലായില്ല. ഇപ്പോൾ വന്നപ്പോൾ ഈ മുളകളുടെ മൂട് വെച്ചിട്ട് മുറിച്ചു മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഇറിഗേഷന്റെ ആസ്തിയിലുള്ളതും ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ഭംഗിയാക്കി എടുത്തിട്ടുള്ളത്. അതിന് തൊട്ടു മുമ്പ് ഡോക്ടർ കമറുദ്ദീൻ സാറിന്റെ പേരിൽ അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്ത് ഒരു മാലിന്യ പ്ലാൻ സമരം നടന്നപ്പോഴൊക്കെ അതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു. ഇക്ബാൽ കോളേജ് അധ്യാപകനായിരുന്നു. അതിന് കേരള യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി പോയി അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഓർമ്മമരവും ഒരു ഔഷധ സസ്യവുമായി ബന്ധപ്പെട്ടൊരു പ്ലാന്റും ഒക്കെ ഇവിടെ സ്ഥാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് ഈ പ്രദേശത്തുള്ള മുളകളും ഇവിടെ പിണറിന്റെ വിവിധ വെറൈറ്റികളും ഒക്കെ പിടിപ്പിച്ചത്. പക്ഷെ എന്തോ ഇന്ന് അത് വെട്ടിമാറ്റിയിരിക്കുന്ന സാധനം ഇപ്പൊ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇത് മുറിച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇത് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് കുളത്തിനോട് വളരെയധികം നല്ല ഭംഗിയിൽ നിന്നിരുന്ന, പ്രകൃതിയൊക്കെ ഇണങ്ങി നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു അതിന്റെ ഇത് ചെയ്തിരുന്നത്. ആ മുളകൾ നശിപ്പിച്ചത് എന്തായാലും ശരിയായില്ല. അത് സംബന്ധിച്ചൊരു അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കൂടുതലായി ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. വിശദാംശങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇത് സോഫി തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ അവിടുത്തെ ഫലകത്തിൽ ഞങ്ങൾ കണ്ടു 17 ലക്ഷം രൂപ ചെലവാക്കി നവീകരിച്ചത് ഒരു പദ്ധതിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതാ ഞാൻ പറഞ്ഞു, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും വിനിയോഗിച്ചിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും ഇക്കാര്യത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. അതാണ് ഘട്ടം ഘട്ടമായി കാണുന്ന ഒരു ഇതിലേക്ക് കൊണ്ടു. പിന്നെ ഈ ചുറ്റിനും ഈ നല്ല രീതിയിൽ ഈയിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. അതുപോലെ ഇപ്പൊ ഈ മുളകൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. അത് അങ്ങനെ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏത് തരത്തിൽ തന്നെ അതിനെ കൊമ്പുകളൊന്നും അരങ്ങിയോ ഒക്കെ നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ അതല്ലാതെ ചെയ്തില്ല. ഇപ്പം പറഞ്ഞു കേട്ടത്
കൊമ്പ് അരങ്ങാൻ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ മുറിച്ച് കളഞ്ഞു എന്നാണ്. അതിനെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മരം മുറിച്ച് അതെങ്ങനെ അത് ആരാണ് അനുമതി കൊടുത്തതെന്നോ അതൊന്നും അറിയില്ല. അറിയില്ല. എന്തായാലും ഇത് ഒരു പഞ്ചായത്തിന്റെ സ്വകാര്യ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിക്രമങ്ങൾ അതിനനുസരിച്ച് ആലോചിച്ച ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതൊരു ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പൊ തീർച്ചയായും. അതിലേക്ക് കയ്യേറ്റം പോലെയല്ലേ ഇതിപ്പോ അതെ, ചെയ്തിരിക്കുന്നത്, അല്ലേ? ഉം. ഇപ്പൊ നമുക്ക് പൊതു ഇടങ്ങളിൽ നമുക്ക് മരങ്ങളൊക്കെ നട്ടു വളർത്താം. പക്ഷേ അത് മുറിച്ചു മാറ്റാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ നമ്മൾ അതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തായാലും നമ്മളോടൊപ്പം ചേർന്നതിന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഞാൻ പ്രസിഡന്റ് വന്നപ്പോ കണ്ടതാണ്. അതെ, പ്രസിഡന്റ് യാദൃച്ഛികമായി വന്നപ്പോ കണ്ടതാണ്. എന്തായാലും അങ്ങ് ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാർ വിളിച്ചപ്പോ തന്നെ ഓടിയെത്താൻ കാണിച്ച ആ മനസ്സിന് സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ. അതെ 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 അതിന് നന്ദി പറയുകയാണ്. അപ്പൊ തുടർന്നുള്ള നടപടിക്രമങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ? ശരി, നന്ദി, നമസ്കാരം. ശരി, ഓക്കെ. അണ്ണാ ഇത് നിങ്ങൾ കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ നോക്ക്? ഇവിടെ ഈ നാട്ടുകാരനല്ല, ഇവിടെ ജീവിക്കുന്ന ഒരാളല്ലേ, നിങ്ങൾ നോക്കണ്ട അങ്ങോട്ട്. സാധനം ഓടിച്ച് അതാണ് ചോദിക്കണം, നമ്മൾ അതാണ് ചോദിക്കണം. അല്ലെങ്കിൽ നടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ആര് മുറിക്കുന്ന എന്താ ലൈറ്റ് ഇടാനാണ് വിഷയം. ലൈറ്റ് ഇടണമെങ്കിൽ പിന്നെ പണ്ടേ അവർക്ക് അറിയാലോ.